സാധാരണഗതിയിൽ എൻ്റെ അടുത്ത് ഡിസ്കഷൻ വരുമ്പോൾ ഇപ്പം നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് ഡോക്ടർ TPS. ഓക്കെ, വേറൊരു ഓപ്ഷൻ എന്താ ഉള്ളപ്പോൾ? അഗ്രികൾച്ചർ ഡോക്ടർ TPS. അപ്പോഴല്ലേ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഏത് വീഡിയോ കണ്ടത്? ഒരു ബോയ്ക്ക് സർ ഇങ്ങനെ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്നുള്ളൊരു അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പം അങ്ങനെ കുറെ ഉണ്ടാവും. ഡോക്ടർ TPS അടിച്ചു നോക്കുക, പ്ലേലിസ്റ്റ് നോക്കുക, അതൊക്കെ കാണാനുള്ള ബോധം വേണ്ടേ? അപ്പോഴല്ലേ കുറെ കാര്യങ്ങൾ അറിയാം. ഇയാൾ എന്താ പറയണത് ശരിയാണോ, പറഞ്ഞത് വിശ്വസിക്കാമോ ഒക്കെ അങ്ങനല്ലേ അറിയാം. മനസ്സിലായോ? ഓക്കെ, പറ. ഇപ്പൊ എന്താ ചെയ്യണേ? ഉമ്മ ഹൗസ് വൈഫ് അല്ല കേട്ടോ. ഉമ്മ ഹൗസ് വൈഫ് അല്ല, ഹാപ്പി ഹോം മേക്കർ. എന്താ പറയാ? ഹാപ്പി ഹോം മേക്കർ. ഉപ്പ ഗൾഫിലായിരുന്നു. ഗൾഫിലൊരു ലൈബ്രറി ബുക്ക് സ്റ്റാൾ ഒക്കെ നടത്തി, അങ്ങനെ ചെറിയ ബിസിനസ് ആയിരുന്നു. പക്ഷെ കൊറോണ ഇപ്പൊ പിന്നെ നിർത്തി പോണത്. പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്? 2 ഇത്താത്താരുണ്ട്, ഒരു ബ്രദർ. അവരെന്താ ചെയ്യണ ഇത്താത്തമാരൊക്കെ? ഇത്താത്തമാര് 2 ഒന്നും ചെയ്യുന്നില്ല. അവര് ഹോം മേക്കേഴ്സ് ആണ്. ബ്രദർ അയർലൻഡിലാണ്, MBA കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അയർലൻഡില്? അയർലൻഡില് ഡബ്ലിനാണ് ക്യാപിറ്റൽ. 2 മാസം മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദുബായിൽ എവിടെയായിരുന്നു ഇപ്പൊ? ദുബായിലല്ല, സൗദിയില്, സൗദിയിലായിരുന്നു. പോയിട്ടുണ്ടോ മോള് സൗദിയില്? ചെറുപ്പത്തില് പോയിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാനിവിടെ മക്കരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലാണ്. തന്നെ പോലെ ഈ നീറ്റ് എഴുതിയിട്ട് കിട്ടാണ്ട് റിപ്പീറ്റ് ചെയ്ത് എത്ര പേരുണ്ടാവുന്ന അറിയാം കേരളത്തില്? 100,000-ലധികം ആളുകൾ. ഇവർക്കൊക്കെ പറ്റുന്ന അബദ്ധമായത്. മാത്സ് പഠിച്ചിട്ടില്ലല്ലോ? പഠിച്ചോ? ഈ 2 വർഷം പഠിച്ചിട്ടില്ല. അപ്പൊ അതോടുകൂടി മാത്സിന്റെ ടച്ച് പോയി. എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഇല്ല. ആകെയുള്ള ഇപ്പം അഗ്രികൾച്ചറിൽ ഗവൺമെന്റിൽ കിട്ടുമോ നമുക്ക്? ഏത് കോളേജിലാണ് കിട്ടുക? അത് കറക്റ്റ് അറിയില്ല. ടോപ്പ് കോളേജ് വയനാടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ അഗ്രികൾച്ചർ ഓപ്ഷൻ ഒരു ഗ്രാജുവേഷൻ എന്നുള്ള നിലയിൽ നല്ലതാണ്. അഗ്രികൾച്ചർക്കാർക്കൊക്കെ ജോലി കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. BSc അഗ്രികൾച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടംപോലെ BSc അഗ്രികൾച്ചർമാരുണ്ട് ഇപ്പോൾ ലോകത്ത്. പക്ഷെ ഒരു സാധാരണ ഗ്രാജുവേഷന് കിട്ടുന്ന എല്ലാം കിട്ടും. പിന്നെ എഴുതാൻ പറ്റുന്ന കുറേ എക്സാംസ് ഉണ്ട് BSc അഗ്രികൾച്ചറിൻ്റെ കൂടെ. കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാം. ഏറ്റവും ഹയസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാം. ഓക്കെ, ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം കോമ്പറ്റീറ്റീവ് എക്സാംസ് കുറേ ഉണ്ട്. അത് ഇന്ന് നോക്കിയാൽ 1000 ജോബ് ഉണ്ടാവും, വ്യത്യസ്തമായ ജോബ്. പക്ഷെ നഴ്സിംഗ് കഴിഞ്ഞാൽ ഒരു ജോബേ ഉള്ളൂ, അത് നഴ്സിംഗ് ആണ്. ബാക്കിയുള്ളതൊക്കെ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഡോക്ടർ BDS ആണെന്ന് വിചാരിക്കുമ്പോൾ 5 കൊല്ലം BDS കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് എത്ര കേരളത്തില് സ്വന്തം ക്ലിനിക്ക് നടത്താണ്ട് ആരെങ്കിലും കീഴിൽ ജോലി ചെയ്യുമ്പോൾ എത്ര ശമ്പളം കിട്ടും അറിയാം നമുക്ക്? 15,000 റുപ്പീസ് കിട്ടും. 10,000 റുപ്യ 15,000 റുപ്യക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 15,000 റുപ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന സ്ത്രീ 2 വീട്ടിൽ 1 മണിക്കൂർ വീതം പണിയെടുത്താൽ മാസം 15,000 റുപ്യ കിട്ടും ഹൈദരാബാദിൽ. മനസ്സിലാവുണ്ടോ? ജീവിതാന്തം നേഴ്സായിട്ടിരിക്കാൻ പറ്റും നഴ്സിങ്ങിന് പോയാൽ. പക്ഷെ നഴ്സിംഗ് കഴിഞ്ഞാലും വേറെ കുറേ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. നഴ്സിങ്ങിനാകുമ്പോൾ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. യശോദയൊക്കെ നമുക്ക് അറിയുന്ന ഹോസ്പിറ്റലാണ്. എല്ലാ കോളേജിലെ എല്ലാ നഴ്സിംഗ് കോളേജും ഒരേപോലെയാണ്. യശോദക്ക് ഇവിടെ കുറേ ബ്രാഞ്ചുകളുണ്ട്. അവിടെയൊക്കെ ഫ്രീ ആയിട്ട്, വേറെ ബെഡൊന്നും കിട്ടിയിട്ടില്ല, ഉറങ്ങണമെങ്കിൽ പോയി ഉറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് എനിക്കത്. ഗവൺമെന്റ് പൈസ കൊടുക്കും.
ഞങ്ങൾ ഗവൺമെന്റ് സ്കീമിൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ആയിരുന്നു. ഗവൺമെന്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് എയർ കണ്ടീഷൻ റൂം ഫ്രീ ആയിട്ട്. ഇപ്പൊ വയറ്റ് വേദനയാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എനിക്ക് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് എനിക്ക് സുഖമായിട്ട് അവിടെ കിടക്കാലോ. പിറ്റേ ദിവസം രാവിലെ വയറ്റ് വേദന മാറിയെന്നുണ്ട് തിരിച്ചു പോയാലോ. ട്രീറ്റ്മെന്റും മരുന്നൊന്നും വേണ്ടെങ്കിലും ബില്ല് വരുമല്ലോ. ആ ബില്ല് ഗവൺമെന്റ് പേ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ അവർക്കൊക്കെ പൈസ കൊടുക്കുന്നത് ഗവൺമെന്റാണ്. അപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഹോസ്പിറ്റല്, എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് നഴ്സിംഗ്. ഇപ്പൊ ഹൈദരാബാദിൽ മാത്രം 1,00,000-ലധികം നഴ്സുമാർ എല്ലാ കൊല്ലവും ഇറങ്ങുന്നുണ്ടാവും. അവരെല്ലാം എവിടെയെങ്കിലും പോവും, ഗൾഫിൽ എവിടെയെങ്കിലും പോവും, ജർമ്മനി പോവാം. അവിടെ നഴ്സിംഗ് ഡോക്ടർ TPS നടിച്ചാൽ കാണാം. ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന നഴ്സുമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതെ, അപ്പോൾ ആ നഴ്സിങ്ങിന് പോകാൻ അവർ തയ്യാറല്ല. കാരണം ജർമ്മനി പോയി കഴിഞ്ഞാൽ ആരും ഇല്ലാത്തൊരു ലോകത്താണ് ജീവിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ എപ്പോഴും എല്ലാ പ്രൊഫഷനും അതിൻ്റെ ഗുണമുണ്ട്. നഴ്സിംഗ് ആയ എന്തായാലും ഒരു ജോലി കിട്ടും, 20,000 റുപ്യക്ക് കിട്ടും. BDSന് 15,000 കിട്ടുള്ളെങ്കിൽ നഴ്സിങ്ങിന് 20,000 റുപ്യ കിട്ടും. പക്ഷേ നല്ല ഹോസ്പിറ്റലിൽ നഴ്സിംഗിന്റെ ജോലി കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ BDSകാർക്ക് 6 മണിക്കൂർ പണിയെടുത്താൽ മതി, നഴ്സിന് 12 മണിക്കൂർ പണിയെടുക്കേണ്ടി വരും. മനസ്സിലായോ? പിന്നെ വലിയ ഹോസ്പിറ്റലിന്റെ താഴേക്കാണ് ജോലി ചെയ്യേണ്ടി വരിക. എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടുന്നവർക്ക് കിട്ടും മിക്കവാറും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ എന്തിനാ അങ്ങനെ പണിയെടുക്കുന്നത്? ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ നഴ്സുമാരോടൊക്കെ ഇതാ ചോദിക്കുക. അസുഖമായിട്ടല്ല പോകുന്നത്, ആരെങ്കിലും കാണാൻ പോകുമ്പോൾ ചോദിക്കും, എത്ര കൊല്ലമായി മോളെ വർക്ക് ചെയ്യുന്നത്, എത്ര റുപ്യ ശമ്പളമുണ്ട്, ഇനി എന്താ ജീവിതത്തിലാവാൻ പോണത് എന്നൊക്കെ ചോദിക്കും നമ്മൾ. അപ്പോൾ അവർ പറയും ഒരു 4 കൊല്ലം പണിയെടുത്ത 3 കൊല്ലം പണിയെടുത്ത എക്സ്പീരിയൻസ് കിട്ടിയ അബ്രോഡിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇപ്പം എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ്. പക്ഷെ നല്ല ബുദ്ധിയോടുകൂടി നല്ല പോലെ ജോലി ചെയ്യാൻ, ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ ജോലി ചെയ്യാൻ, ഗവൺമെന്റ് ജോലി ചെയ്യാനൊക്കെ പറ്റും. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസും എഴുതി PSCയിലൊക്കെ എഴുതി കിട്ടിയാലോ. മനസ്സിലായി? സ്റ്റേറ്റിൽ കിട്ടിയാലോ. പക്ഷെ അതിന് നല്ല ഇംഗ്ലീഷ് വേണം, നല്ല ജനറൽ നോളജ് വേണം, നല്ല പഠിക്കാനുള്ള കഴിവ് വേണം, ലോകത്തെക്കുറിച്ച് അറിയണം, ഇന്ത്യയെക്കുറിച്ച് അറിയണം. എല്ലാ ഗ്രാജുവേഷനേക്കാളും കുറച്ചും കൂടി ഹയറാണ് ഈ പറയുന്ന പിന്നെ അഗ്രികൾച്ചർ ആയാലും നഴ്സിംഗ് ആയാലും. അതിനും മുകളിലാണ് BDSും ഡോക്ടറും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് അധികം ഡിമാൻഡും എല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹം? സ്വന്തം ഒരു ക്ലിനിക്ക് ഇട്ട് തുടങ്ങാൻ പറ്റും. നാളെ അഗ്രികൾച്ചർ കഴിഞ്ഞാൽ സ്വന്തം ഒന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഒരു നേഴ്സിന് സ്വന്തം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആരുടെയും കീഴിലല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൊഫഷണൽ അല്ല ശരിക്കും പറഞ്ഞാൽ. പ്രൊഫഷണലാണ്, പക്ഷെ സ്വന്തം ഓണ്ടർപ്രൈനേഴ്സ് ആവാനും ബിസിനസ് നടത്താനൊന്നും അത് പറ്റില്ല. അത് രണ്ടായാലും ഒരേപോലെയാണ്. പിന്നെ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ജീവിതമൊക്കെ കഷ്ടമായി. ഇപ്പം ഞാനിപ്പോൾ ഈ താമസിക്കുന്നതിൻ്റെ ഹൈദരാബാദിലാണ് ഞാനുള്ളത്. അതറിയോ മോക്ക്? ഹൈദരാബാദിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നഴ്സിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അവിടെ എക്സൈസ് ഓഫീസാണ്. അവിടെ 40 പിള്ളേരുണ്ടാവും. 4 കൊല്ലം 120 പിള്ളേര്. ബാക്കി 40 പിള്ളേർ എവിടെയെങ്കിലും ക്ലിനിക്കിലേക്ക് അയക്കും. അവർ താമസിക്കുന്ന ഹോസ്റ്റലും അവിടെ തന്നെയായിരുന്നു. കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുക അവർ. ലാവിഷായിട്ടൊന്നും കിട്ടുന്നൊന്നും വിചാരിക്കണ്ട. താമസവും ഈ താമസിക്കുന്ന വീട്ടിൻ്റെ ലാവിഷ്നെസ് ഒന്നും ഉണ്ടാവില്ല ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ. അതിപ്പോൾ അഗ്രികൾച്ചർ കോളേജിലായാലും ഇവിടെ ആയാലും. പക്ഷേ ഇത് പ്രൈവറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കഷ്ടപ്പെടും. മനസ്സിലായോ? വരുന്നതിൽ കുട്ടികളുടെ ഒരു 80% മലയാളികളാണ്. നമ്മളിപ്പോൾ ഏത് ലാബോറട്ടറി പോയാലും, ഇപ്പം നേഴ്സ് ഹോസ്പിറ്റലാവണമെന്നില്ല, ലാബ് ടെസ്റ്റിൻ്റെ അടുത്തും നേഴ്സുമാരെത്തും. കാരണം അവർക്ക് ബ്ലഡ് എടുക്കണം. ടെസ്റ്റ് നടത്തുന്നവരെല്ലാം ആവണമെന്നില്ലല്ലോ. ലാബിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ നേഴ്സുമാരാണ്. അപ്പോൾ എവിടെ പോയാലും നമ്മൾ കാണും. അതിവിടെ മാത്രമല്ല, പഞ്ചാബിലും നോക്കിയാലും നഴ്സിംഗ് ആണ്. എല്ലായിടത്തും നഴ്സുമാർ ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യമുണ്ട്. കാരണം എല്ലാ ഹോസ്പിറ്റലുടെ എണ്ണം കൂടുതലല്ലേ ഇന്ന്. ഇപ്പോൾ ജോലി കിട്ടുമായിരിക്കും ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ. അഗ്രികൾച്ചറിന് പിന്നെ മാസ്റ്റേഴ്സിന് പോവാം, നഴ്സിങ്ങിനും മാസ്റ്റേഴ്സിന് പോവാം, റിസർച്ചിന് പോവാം.
PhD പോവാം. പക്ഷെ അതൊന്നും ഇപ്പോഴേ സെറ്റിൽ ചെയ്യാനൊന്നും പറ്റില്ല, കുറേ കാലം പിടിക്കും. അതല്ലാതെ വേറെ എന്തെങ്കിലും നല്ല ഓപ്ഷൻസ് ഉണ്ടോ? എല്ലാം നല്ല ഓപ്ഷനാണ്. നമുക്ക് ഏതാ വേണ്ടതെന്നനുസരിച്ചിട്ടാണ് നല്ലതും ചിത്തയും. ഏതാ മോശം ഏതാ നല്ലതെന്ന് ആർക്കാ പറയാൻ പറ്റുമോ? ബിരിയാണി നല്ലതാണെന്ന് ചോദിച്ചാൽ ചിക്കൻ ബിരിയാണി നിനക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലതാണ് അല്ലേ? കോമ്പറ്റിറ്റീവ് എക്സാംസ്, എല്ലാ പഠനത്തിലും നമുക്ക് അറിയേണ്ടത് ജനറൽ നോളജ് വേണം, നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണം, നല്ലപോലെ ജനറൽ ആയിട്ടുള്ള അറിവ് ഉണ്ടാവണം, സ്വന്തം കഴിവ് നല്ല പോലെ ഉണ്ടെന്ന് വിചാരിക്കും, എവിടെ വേണമെങ്കിലും പിടിച്ചെത്താൻ പറ്റും. അപ്പം അത്ര എളുപ്പമാണോ ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം ഇപ്പോഴല്ലല്ലോ, 4 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. 4 കൊല്ലം കഴിയുമ്പോൾ ലോകം എന്താവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 കോടിയിലധികം ആൾക്കാരുണ്ടാവും, ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുന്നവർ കുറേ പേരുണ്ടാവും. മനസ്സിലായോ? അപ്പം നല്ല കഴിവുള്ളവർക്ക് യെസ്, കഴിവില്ലാത്തവർക്ക് അല്ലാണ്ട് ബുദ്ധിമുട്ട്, ഇന്നത്തേനേക്കാളും ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും കുറച്ച് കാലം കഴിയും. അപ്പം നല്ലപോലെ പഠിക്കാനും നല്ലപോലെ കഴിവുണ്ടാക്കാനും 10ാം ക്ലാസ് വരെയുള്ള മാത്സ് മറന്നു പോകരുത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വരും അത്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, കോംപ്രഹെൻഷൻ. മിക്കവാറും കുട്ടികൾക്ക് പലയിടത്തും പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുമ്പോൾ ഇവിടെ 6 മാസം. പക്ഷെ ജർമ്മൻ ഭാഷ പഠിച്ചിട്ടത് പിന്നെ ഫലത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവണം. മനസ്സിലായി? അതിനിപ്പോഴേ പഠിക്കുന്ന പിള്ളേരുണ്ട്. ഫസ്റ്റ് ഇയറിൽ ചേരുമ്പോഴേ ജർമ്മൻ ഭാഷ തുടങ്ങും. അങ്ങനെ പഠിച്ചു പോയി ജർമ്മനിയിലാണ് നല്ലത് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ഭാഗത്തും ഉണ്ട് ലോകത്ത് ജോലി കിട്ടാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ഗ്രാജുവേഷൻ ആയിട്ട് കരുതുക, അതാണ് നഴ്സിംഗ് കഴിഞ്ഞുകൊണ്ട് നഴ്സ് തന്നെ ആവണം, അഗ്രികൾച്ചർ കഴിഞ്ഞുകൊണ്ട് അഗ്രികൾച്ചറിനെ ആവണം എന്നുള്ളത്. താല്പര്യം ഉണ്ടാവണ്ടേ അഗ്രികൾച്ചറിൽ? താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്നും പഠിക്കാണ്ട് സ്വന്തം കൃഷി തുടങ്ങിക്കൂടെ? ഇതിനേക്കാളും പൈസ ഉണ്ടാക്കാം. ആണോ അല്ലയോ? ഇപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ജോലിക്ക് പോകുന്നത് നമ്മൾ. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ക്വാളിഫൈഡ് ആണ്, നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ഹയർ ക്വാളിഫൈഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ കൂടെ ജോലിയും വേണം, അറിവും വേണം. അത് തീരുമാനിക്കുക എന്താ വേണ്ടത്. ഇപ്പം ഇനിയിപ്പോൾ ഗ്രാജുവേഷൻ ചേരാനുള്ള ചാൻസ് ഒക്കെ പോയില്ലേ? വീട്ടിന് നോർമൽ ഡിഗ്രി വീട്ടിന് തൊട്ടടുത്ത് പോകാനുള്ളതൊക്കെ ചാൻസ് പോയാ? ഏതാ ഏറ്റവും തൊട്ടടുത്ത കോളേജ്? അത് കിട്ടൂലല്ലേ? ഇനി കിട്ടുവോ? അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അതെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല. 1 കൊല്ലം പഠിച്ചതും ഒന്നും പഠിക്കാണ്ടും പോയി പരീക്ഷ എഴുതിയ പാസ്സാവും. അത് വലിയ പ്രശ്നമല്ല. പക്ഷെ അഡ്മിഷൻ കിട്ടൂലല്ലോ. ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് ഏതെങ്കിലും ഉണ്ടോ തൊട്ടടുത്ത് വീട്ടിനടുത്ത്? ഇഷ്ടംപോലെ സീറ്റുകൾ വേക്കൻ്റ് ആണ് എല്ലാ കോളേജിലും, ആരും ചേരുന്നില്ല. ഈ നല്ലതും ചീത്തയും കോഴ്സ്, നല്ലത് നല്ല കോഴ്സ് ഇതാണോ അതാണോ, കോളേജ് ഈ കോളേജാണോ ആ കോളേജ്, അതൊന്നും ബാധകമല്ല. അവനവന് പഠിക്കാൻ പറ്റുമെങ്കിൽ ലോകത്ത് എവിടെയുള്ള സംഭവവും ഇപ്പം വീട്ടിലിരുന്ന് പഠിക്കാം. നിന്റെ വീട്ടിനടുത്തുണ്ടായിട്ടൊന്നുമല്ലല്ലോ ഇപ്പം ഞാൻ എന്നോട് സംസാരിക്കുന്നത്, ആണോ? ഇപ്പം ലോകത്തിൽ എവിടെയുള്ള ആളോടും സംസാരിക്കാം, എവിടെയുള്ള ആളടുത്തും പഠിക്കാം. ആ ബോധവും പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഈ 9 ലക്ഷം കൂടുതലാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം സാധാരണ BA പഠിക്കാൻ വേണ്ടിയിട്ട് BA LLB പഠിക്കുന്ന കുട്ടികൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ബാംഗ്ലൂർ ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോയി. അവിടെ സാധാരണ BA LLB കോഴ്സിനൊക്കെ 9 ലക്ഷം റുപ്യാണ് കൊല്ലം. ആകെ അല്ല പറയണം. കാരണം അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നതൊക്കെ ലാവിഷാണ്. അവരുടെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് 5 സ്റ്റാർ സ്റ്റൈലാണ്. അവരുടെ താമസം എന്ന് പറയുന്നത് എയർ കണ്ടീഷൻ റൂമുകളാണ്, ഒറ്റക്കൊറ്റക്കുള്ള റൂം കിട്ടും. അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുക. അങ്ങനെയുള്ളതുകൊണ്ട്
അതിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അവിടെ പിന്നെ ബ്യൂട്ടീഷ്യൻ വരും ഹോസ്റ്റലിനകത്ത്, മനസ്സിലാവണ്ട പറയണത്. പിന്നെ ആർട്ട് പഠിക്കാം, ഡാൻസ് പഠിക്കാം, തിയേറ്റർ ഉണ്ട്, സിനിമ തിയേറ്റർ ഉണ്ട് അതിനകത്ത്. ഓക്കെ, ജിമ്മുണ്ട്, മ്യൂസിക് പാർലറുകളുണ്ട്. ഇതൊക്കെയുള്ള ഹോസ്റ്റലിൽ കൊണ്ടു നടക്കണമെങ്കിലോ അല്ലേ? അവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി സെപ്പറേറ്റ്, നോൺ വെജ് സെപ്പറേറ്റ്, വെജ് സെപ്പറേറ്റ്, മാളിൽ പോയ പോലെയാണ്. ഞാനിപ്പോൾ അവിടെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കാണാം, എൻറ്റയർലി ഡിഫറെൻറ്റ്. സാധാരണ ഹോട്ടലിനേക്കാളും വലിയ നല്ല ബെസ്റ്റ് സാധനം. അപ്പോൾ അതേപോലുള്ള സ്ഥലത്ത് പേയ്മെൻറ്റോട് കൂടി പഠിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഏതാ വേണ്ടത് തീരുമാനിക്കാം. പക്ഷേ 9 ലക്ഷത്തിന് ഹൈദരാബാദ് വന്ന് നേഴ്സാവുന്നത് വർത്താണോ എന്ന് ചോദിച്ചാൽ അതാണ് ജീവിതത്തിലെ എംബിഷൻ എന്ന് വിചാരിക്കാം. നേഴ്സിങ്ങിൻ്റെ പണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി. അങ്ങനെ ആരും വിചാരിക്കാറില്ല ലോകത്ത്. ആരെങ്കിലും വിചാരിക്കുമോ? ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറയാറ്, വളരെ സ്പെസിഫിക് ആയിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ വരില്ലല്ലോ. കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം. നമ്പർ 1. നമ്പർ 2, ഇതാണോ നല്ലത് അതാണോ നല്ലത്, രണ്ടും ഒരേപോലെ മോശമാണ്, പക്ഷേ ഇതിലേതാന്ന് ചോദിക്കാം, അത്ര തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടും നല്ലതാണ്, ഇതിലേതാ വേണ്ടതെന്ന് അറിയുന്നില്ല. പുറത്ത് പോയിട്ട് പഠിക്കണോ അല്ല അടുത്ത് വന്ന് പഠിക്കണോ, അതൊക്കെ നോക്കണ്ടു. BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് MBA അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ. അതിന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. BSc MBA. BSc അഗ്രികൾച്ചർ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ അഗ്രികൾച്ചർ മാനേജ്മെന്റ് നടത്തണം. ഇതൊന്നും പഠിക്കാൻ എവിടെയും പോകേണ്ട കാര്യമില്ല, വീട്ടിലിരുന്നിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നു. കൃഷി പഠിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോകണം, ചുറ്റും നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി നമുക്ക് ചെയ്തുകൂടെ? ഒരു കൊല്ലം കൊണ്ട് കൃഷി ചെയ്യാൻ പഠിച്ചൂടെ? പക്ഷെ ഡിഗ്രി കിട്ടൂലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. പ്രൊഫഷണലി നല്ലപോലെ ഇഷ്ടമുള്ള ഒരാൾ ആ ജോലി ചെയ്യാൻ എവിടെയും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ജോലികൾ വരുമ്പോൾ സമയത്ത് ഇതൊന്നും അല്ല ചോദിക്കുക. ജനറൽ നോളജ് ചോദിക്കും, ഇംഗ്ലീഷ് ചോദിക്കും. അതൊക്കെ പാരലലി ഉണ്ടാക്കിയെടുത്താൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും പഠിക്കാണ്ട് ഒരു ഡിഗ്രി മാത്രം കിട്ടി പുറത്തു വന്നാൽ, ഇപ്പം ഇന്നലെ കണ്ട് ഞാൻ ഇട്ടൊരു വീഡിയോ ഇട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. സുവോളജി മാസ്റ്റേഴ്സ് കഴിഞ്ഞു, MSc കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് പഠിച്ചാലും ജോലി കിട്ടുക? MBAക്ക് പോകണോ PhDക്ക് പോകണോ? ഓൾറെഡി 5 കൊല്ലം കഴിഞ്ഞ് മാസ്റ്ററായി സുവോളജിയിൽ, എന്നിട്ടെന്താ കാര്യം? അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോഴുള്ള എത്ര ജോലികൾ തപ്പി നോക്കി ഇന്റർനെറ്റിൽ തപ്പാൻ പോലും അറിയില്ല എന്നുള്ളതല്ലേ സത്യം. അപ്പം മോള് പറഞ്ഞതല്ലേ, ഒറ്റ വീഡിയോ കണ്ടിട്ടുള്ളൂ, ബാക്കി തപ്പി കണ്ടുപിടിക്കുന്നവരാണ് ആ കഴിവുള്ളവർ. ആ കഴിവില്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും കാര്യമില്ല. അതും കൂടി ഉണ്ടാക്കിയെടുത്താൽ, മനസ്സിലായോ? ഏതാ ഏറ്റവും നല്ല ജോലി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അറിയില്ല, അത് തപ്പണം. ഇന്ന് എനിക്ക് എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് കിട്ടുക, അത് എന്താണെന്ന് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ, BSc ഗ്രാജുവേഷൻ കഴിയുമ്പോൾ എനിക്ക് എന്തൊക്കെ ജോലി കിട്ടും, അതിനെന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, അത് ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്താലോ BSc ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഉടനെ അങ്ങോട്ട് ജോലിക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാലോ പറ്റില്ല. എനിക്ക് ആക്ച്വലി ഇപ്പോൾ എൻ്റെ കുറച്ച് ഇവിടെ നാട്ടിൽ തന്നെ എല്ലാ കുറച്ച് പേര് ജിപ്മറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ്, അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നഴ്സിങ്ങിന് കയറിയത്. പിന്നെ ഞാൻ കുറച്ച് MBBS ആയാലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്, അപ്പൊ അത് പോയപ്പോ പിന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ എല്ലാ കുട്ടികളോടും ചോദിച്ചാൽ ആദ്യം പറയുന്ന ഡോക്ടർ ആവണം തന്നെയാണ്. 10ാം ക്ലാസ് പാസ്സാവാത്തവനും പറയും ഡോക്ടർ ആവണം, ബയോളജി ഒന്നും അറിയില്ലെങ്കിലും പറയും ഡോക്ടർ ആവണം. അതുകൊണ്ട് ഈ ആഗ്രഹം എന്ന് പറയുന്നതിന് ലിമിറ്റ് ഒന്നുമില്ല. നമ്പർ 1. നമ്പർ 2, എല്ലാവരെയും ആക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റിനും കുറെ ചിലവുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ കാര്യമൊക്കെ വിടുക. ആർക്കാ ഗവൺമെന്റ് ജോലി വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കളക്ടർ ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ആവാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട്
എനിക്ക് ഗവൺമെൻറ് ജോലി, ജിഗ്മറിൽ ജോലി ഉണ്ടാവും, നല്ലതാണ്, കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിന് സാധാരണഗതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ. ഒരു ബാച്ചിൽ എത്ര പേർക്ക് കിട്ടും അത്രയും ജോലി? ഏറ്റവും ബ്രില്യൻ്റ് ആയ 2-3 പേർക്ക് കിട്ടും, അത്രയല്ലേ കിട്ടുള്ളൂ. അതിനുള്ള പഠനം ഇന്നു മുതൽ തുടങ്ങിയാൽ അവിടേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ BSc അഗ്രികൾച്ചർ കേരളത്തിലല്ലാണ്ട് ഡൽഹി പോയിട്ട് പഠിച്ച കുട്ടികളും ഉണ്ട് എൻ്റെ കൂടെ. അവര് പഠിക്കുമ്പോഴേ തുടങ്ങുന്നത് എനിക്ക് ഇന്ന ജോലിക്ക് പോകണം, അതിനിപ്പോഴേ പ്രിപ്പയർ ചെയ്യും, അങ്ങനെ തുടങ്ങും പ്രിപ്പറേഷൻ. ഇപ്പൊ ഞാനില്ലേ നഴ്സിംഗിന് പോവാണെങ്കിൽ എനിക്കിപ്പോ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഇത്രയും ഒരു ടൈം സ്പാനിൽ ഞാൻ എന്തെങ്കിലും ഇഷ്ടംപോലെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒന്ന് ലാംഗ്വേജ് സ്കില്ല്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ലാംഗ്വേജ്. നമ്പർ 2, BSc നഴ്സിംഗിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്ന എന്തൊക്കെ കോഴ്സുകൾ ഉണ്ടെന്ന് തപ്പിക്കണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം, ഞാൻ പറഞ്ഞുതരാം, നോ പ്രോബ്ലം. ഓക്കെ. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്നില്ല, അവർ ആദ്യം എന്താ ചോദിക്കുക? തെലുങ്ക് അറിയാമെന്ന് ചോദിക്കും. അത് പഠിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ നഴ്സിംഗ് ഗ്രൂപ്പിൽ എല്ലാവരും പെടുമ്പോൾ എല്ലാവരും മലയാളികളാണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് മനക്കണം. തെലുങ്ക് അതൊക്കെ കിട്ടും. കാരണം എല്ലാരും എന്തുകൊണ്ടാ ഹോസ്പിറ്റലുകൾ നഴ്സിംഗ് പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കുന്നത്? ഇത് യശോദ മാത്രമൊന്നുമല്ല, കെയർ ഹോസ്പിറ്റല്, അപ്പോളോ, എല്ലാവർക്കും നഴ്സിംഗ് സ്കൂളുണ്ട് മോളെ. 2 കാരണമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഹോസ്പിറ്റലിൽ പണിയെടുക്കാൻ വേണ്ടി നഴ്സുമാരെ ഫ്രീ കിട്ടും. ഇന്റേൺഷിപ്പ് 1 കൊല്ലം അല്ലെങ്കിൽ ലാസ്റ്റ് പ്രാക്ടിക്കലൊക്കെ ഇടുമ്പോൾ അവർ പണിയെടുക്കുമല്ലോ, എന്തായാലും പൈസ കൊടുക്കണ്ടല്ലോ. മനസ്സിലായ? പിന്നെ നഴ്സിംഗ് സ്കൂൾ നടത്തണമെങ്കിൽ അവർക്ക് ഇത്ര ബെഡുള്ള ഹോസ്പിറ്റലുകൾ വേണം. ഡോക്ടേഴ്സ് MBBS പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഇത്ര ബെഡുള്ള ഹോസ്പിറ്റൽ വേണം എന്നൊക്കെ നിയമമുണ്ട്. അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റലുകൾക്ക് നടത്താൻ പറ്റും. ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം കണ്ട് പോയ സമയത്ത് നഴ്സിംഗ് കോളേജിൻ്റെ ഇവിടുത്തെ എല്ലാ കോളേജുകളുണ്ട്, കുറേ ഉണ്ട്. യശോദക്കന്നെ ഒരു 5-6 ബ്രാഞ്ച് ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ ഇവിടെയൊക്കെ കുറെ പേര് നഴ്സിംഗിന് പോകുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. രോഗികളും കൂടുന്നുണ്ട്, ഹോസ്പിറ്റലും കൂടുന്നുണ്ടല്ലോ. അതൊക്കെ എന്തായാലും കിട്ടും. പിന്നെ ഈ പോകുന്ന എല്ലാവരും ഈ പണിയൊന്നും അല്ല ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് പോകുന്ന കുറേ പേരുണ്ട്. ഒന്ന് നമ്പർ 1. ലോകത്തിൻ്റെ പല ഭാഗത്തും പോകുന്നുണ്ട്. കുറേ പേര് കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ വേക്കൻസി വരും. എല്ലായിടത്തും ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുതലേ. കേരളത്തിൽ എല്ലാ മേജർ ഹോസ്പിറ്റൽസും അമേരിക്കക്കാർ മേടിച്ചു കഴിഞ്ഞു. ഒന്നും നടത്തുന്ന ഇപ്പം ഇന്ത്യക്കാരല്ല. മനസ്സിലായി? അതുകൊണ്ട് ഇഷ്ടംപോലെ വരും. അതുകൊണ്ട് ജോലി കിട്ടാണ്ടാവുന്നില്ല, പ്രൊവൈഡഡ് എന്തായാലും യു ഹാവ് ഗുഡ് ക്വാളിഫിക്കേഷൻ, യു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, യു ഹാവ് ദ എബിലിറ്റി ടു ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. അതിനൊരു ഡെഡിക്കേഷനും ഒരു സർവീസ് മെൻറ്റാലിറ്റിയും നല്ല താല്പര്യവും ഒക്കെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ യെസ്, ചാൻസ് ഉണ്ട്. ലാംഗ്വേജ് സ്കില്ലും ഒക്കെ വേണം. ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചിട്ട് നമുക്ക് MSc എടുത്തിട്ട് ഈ ബെഡ് സൈഡ് കെയർ അല്ലാതെ പലതും ചെയ്യാൻ പറ്റും. സി, ഈവൻ ആഫ്റ്റർ നഴ്സിംഗ് യു ക്യാൻ ഡു എ മാസ്റ്റർ ഓഫ് നഴ്സിംഗ്, യു ക്യാൻ ഡു എ PhD, യു ക്യാൻ ബിക്കം എ ടീച്ചർ ഇൻ എ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾസോ, റൈറ്റ്? അതുപോലെ നഴ്സിംഗ് കഴിഞ്ഞാലും ഈ ഹോം കെയർ നടത്തുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പം സാധാരണ നേഴ്സ് തന്നെയല്ലേ പ്രസിഡന്റിന്റെ വീട്ടിലും പ്രസിഡന്റിനെ നോക്കാനുണ്ടാവുക. നമ്മൾ സാധാരണ കുക്ക് എന്ന് പറയുന്നത് വീട്ടിലെ കുക്ക് ആവണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ താജ് ഹോട്ടലിലെ കുക്കിന്റെ ശമ്പളം എന്ന് പറയുന്നത് 7 ലക്ഷം റുപ്യ ആയിരിക്കും മാസം. പ്രസിഡന്റിന്റെ കുക്കായാൽ എങ്ങനെ ഇരിക്കും? ഷെഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന്റെ കുക്കിനെ കുറിച്ചുള്ള സിനിമയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് ആ ജോലിയുടെ മഹാത്മ്യം. അതുകൊണ്ട് എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞു ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത്. ഇപ്പം നോക്കേണ്ടത് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണ്,
അതിനെന്തൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഇപ്പോഴേ തീരുമാനിക്കാം. ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞ് IAS കിട്ടിയ ആൾക്കാരുണ്ട്. ഡോക്ടറായിട്ട് IAS മാത്രമല്ല, നേഴ്സിംഗ് കഴിഞ്ഞിട്ടും IAS കിട്ടിയവരുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞു, ഏത് ഗ്രാജുവേറ്റിനും കിട്ടാവുന്ന എല്ലാ ക്വാളിഫിക്കേഷനും നേഴ്സിംഗ് കഴിഞ്ഞവർക്കും അഗ്രികൾച്ചർ കഴിഞ്ഞവർക്കും കിട്ടും. അതുകൊണ്ട് നേഴ്സിംഗ് ഒരു ഗ്രാജുവേഷൻ മാത്രമാണ്. അതിനെപ്പറ്റി വേവലാതി അല്ല. കേരളത്തിൽ നിന്ന് കുറേ ഏജൻസ് ഉണ്ട്. ആ ഏജന്റുമാരൊക്കെ ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും നേഴ്സിംഗ് കോളേജുകളിലേക്കും ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓൾറെഡി വിറ്റിട്ടുണ്ട്. 100 സീറ്റിന് നിങ്ങൾ ആളെ പിടിച്ചുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് 40 ലക്ഷം റുപ്യ തരും എന്ന് പറയും. അവർ 100 സീറ്റിനുള്ള ആളെ തപ്പിക്കൊണ്ടുവരും. അങ്ങനെയാണ്, ഏജൻസിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. സ്ഥിരമായിട്ടുള്ള ഏജന്റ് ഉണ്ട്, അവർ പോവും, അവർ പോയിട്ട് ആൾക്കാരെയൊക്കെ പിടിക്കും, നിങ്ങളെപ്പോലുള്ളവരൊക്കെ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആക്കും. അവരെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരുന്നതും ഒക്കെ ആ ഏജന്റുമാരാണ്. അതൊക്കെ ഞാൻ സ്ഥിരം കാണുന്നതാണ്, ഇപ്പോഴല്ല പണ്ടേ. ഇപ്പോൾ കഷ്ടപ്പാടുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്തതാവും. അതൊക്കെ അവനവൻ തീരുമാനിക്കാം. കാരണം ഹൈ മെറിറ്റിലൊന്നും അല്ലല്ലോ നിങ്ങൾ വരുന്നത്, പ്രൈവറ്റായിട്ട് വരുന്നതല്ലേ. അവർക്കറിയാം നിങ്ങൾ കാശ് കൊടുത്തിട്ടാണ് വരുന്നത്, വേറെ രക്ഷയൊന്നും ഇല്ലാണ്ട് കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ അവർക്കറിയാം. ഉമ്മയും ഉപ്പയൊക്കെ എന്താ പറയുന്നത്, പോയിക്കോളാനാ? അല്ല, എന്നാലും അവർക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവില്ലേ? എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? പോണോ പോണ്ടയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പാക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഹൈദരാബാദ് എന്ന് പറയാൻ. പിന്നെ ഇവിടെ കേരളത്തില് നഴ്സിംഗ് കോളേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് 275 ആണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. അപ്പൊ അതിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ പിന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളത് ഹൈദരാബാദാണ്. അവിടെ ഈ ഫീസ് സ്ട്രക്ചറാണ്. അതാ പിന്നെ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു കഴിഞ്ഞു അവിടെ ജോയിൻ ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ഒരു കൺഫ്യൂഷൻ. ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര പൈസ കൊടുത്തു? 1 lakh കൊടുത്തു. എൻജോയ് ചെയ്യും. നമ്മൾ കാണും ചിലപ്പോൾ നല്ല സിനിമക്കെല്ലാം പോകുന്ന സമയത്ത് സെറ്റായിട്ട് നേഴ്സുമാരെ കാണും. ഓക്കെ, നിങ്ങൾ മലയാളി ഷോയോ അല്ലെങ്കിൽ ഓണം പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും കാണാം. അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഹൈദരാബാദിൽ ഇപ്പോൾ എത്രയോ കൊല്ലായി. ഇഷ്ടംപോലെ ഓപ്പൺ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കോച്ചിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. അത് ഇന്ന് മുതൽ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ പാരലായിട്ട് ഏതൊക്കെയാണ് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിച്ചു കൊടുക്കുക. അയച്ചുതരാം. ഏതൊക്കെയാണ് എക്സാം എഴുതേണ്ടതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാക്കി എടുക്കുക. ആയാലും കുറേ മതി, രക്ഷപ്പെട്ടു. ലാംഗ്വേജ് പഠിക്കാനുള്ള ടെൻഷനൊന്നും വേണ്ട, ഈസി ആയിട്ട് പഠിക്കും. ഇവിടുത്തെ എല്ലാ പിള്ളേരും നന്നായിട്ട് തെലുങ്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞു. ഓക്കെ, ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ടല്ലേ ആ സമയത്ത് ഓരോ ക്വാളിഫിക്കേഷൻസ് ടെസ്റ്റുകൾ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക, അതിനെന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന ബേസിക് നോളജ് നല്ലപോലെ ഉണ്ടാവണം. ഇവിടുത്തെ എക്സാം പാസ്സാവാൻ എളുപ്പമായിരിക്കും, കാരണം അവരൊക്കെ എങ്ങനെയെങ്കിലും പാസ്സാക്കി വിടും. പക്ഷെ അത് മാത്രം പോരാ, കുറച്ചും കൂടി എന്തൊക്കെയാണ് ക്വാളിഫയിങ് എക്സാമിനേഷന് വേണ്ടത്, ആ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് ചോദിക്കുക, അത് ഇപ്പോഴേ നോക്കുക. എന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം മോള് നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യാൻ പോകുന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കരുത്. നേഴ്സിംഗ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുക? ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനിപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിന് പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയാൽ നേഴ്സിംഗ് കഴിയുമ്പോഴത്തേക്ക് അവിടേക്ക് എത്താൻ പറ്റും. നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ആലോചിക്കുമല്ലോ +2 കഴിഞ്ഞിട്ട് എവിടെയാണ് ചേരേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നീറ്റ് പ്രിപ്പറേഷൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ തുടങ്ങൂലേ? അതുപോലെ. അതല്ലാത്തതുകൊണ്ടല്ലേ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത്.
അങ്ങനെ ആവാണ്ടിരുന്നാൽ മതി ഇനിയെങ്കിലും. ഓക്കെ, ഇത് ഇടട്ടെ യൂട്യൂബില്? ഇയാളുടെ പടം വേണ്ട, പറയുന്ന കുഴപ്പമില്ലല്ലോ. ശരി, താങ്ക് യു. ബൈ.